എൻ്റെ മകൻ കുറേ ദിവസങ്ങളായി അവനെ കാണാനില്ല, അന്വേഷിച്ച് കണ്ടെത്തി തരണം എന്ന് അവരോട് ആവശ്യപ്പെട്ടു. പെട്ടെന്ന് പോലീസുകാർക്ക് എന്തോ ഒരു തോന്നൽ, ഈ സാജൻ സാമുവൽ എവിടെയോ കേട്ട് പരിചയമുള്ള ഒരു പേര്. ഈ പറയുന്ന സാജൻ സാമുവൽ എന്ന ഈ ചെറുപ്പക്കാരനെ കാപ്പ ചുമത്തി ജയിലിലടച്ചു. പിന്നീട് ജാമ്യത്തിലിറങ്ങിയ ഈ ചെറുപ്പക്കാരൻ ഇപ്പോൾ കാണുന്നില്ല. ഈ ഭാണ്ഡക്കെട്ടിന്റെ അല്ലെങ്കിൽ ഈ പാലിൽ പൊതിഞ്ഞ ഈ പന്നിയുടെ മൃതദേഹത്തിന്റെ മുകളിലേക്ക് കാല് ചവിട്ടി വെച്ചുകൊണ്ടാണ് അവരെല്ലാവരും ഓട്ടോറിക്ഷയിൽ ചെയ്തത്. അങ്ങനെ 3 തവണ കൊലപാതകത്തിന് ശ്രമിച്ചു. വെട്ടിമുറിച്ച മാറ്റി ഇടത് കൈയുടെ ഭാഗത്ത് ചോര വാർന്ന് വളരെ വേഗം അയാൾ മരിക്കാതിരിക്കാൻ വേണ്ടി ആ കൈകളിൽ തുണി വെച്ച് കെട്ടി. അങ്ങനെ ഒടുവിൽ അദ്ദേഹത്തിന്റെ വൃഷണം ഒരെണ്ണം മുറിച്ചെടുത്തു. 2 എണ്ണം ഉള്ളതിൽ ഒരെണ്ണം മുറിച്ചെടുത്ത് ഒരെണ്ണം നിലത്തിട്ട് ചവിട്ടി അരച്ചു. ശരീരത്തിലെ ഓരോ അവയവങ്ങൾ മുറിഞ്ഞു മാറിയ വേദനയിൽ കിടന്ന് പുളയുകയായിരുന്നു സാജൻ സാമുവൽ എന്ന ആ കുറ്റവാളി. നമസ്കാരം. 2025 ജനുവരി 29 കാഞ്ഞാർ പോലീസ് സ്റ്റേഷൻ. കാഞ്ഞാർ പോലീസ് സ്റ്റേഷനിലേക്ക് വൈകുന്നേരത്തോടെ ഒരു സ്ത്രീ, ഏകദേശം 70 വയസ്സ് പ്രായം തോന്നിക്കുന്ന വൃദ്ധയായ ഒരു സ്ത്രീ അവിടെ ബെന്നി പി ബാബു എന്ന പോലീസ് ഉദ്യോഗസ്ഥനെ കണ്ടിട്ട് പറഞ്ഞു, എൻ്റെ മകൻ കുറേ ദിവസങ്ങളായി അവനെ കാണാനില്ല, അന്വേഷിച്ച് കണ്ടെത്തി തരണം എന്ന് അവരോട് ആവശ്യപ്പെടുന്നു. അപ്പോൾ പറഞ്ഞു, നിങ്ങൾ ഇവിടെയല്ല, പുറത്തു പോയിട്ട് അത് സംബന്ധിച്ച് മകനെ കാണാനില്ല, പേര് ഡീറ്റെയിൽസ് എല്ലാം കൊടുത്തതിന് ശേഷം ഒരു പരാതി എഴുതി കൊണ്ടുവന്ന് തരൂ, നമുക്ക് അന്വേഷിക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞ് സമാധാനിപ്പിച്ച് അവരെ പുറത്തേക്ക് അയക്കുന്നു. അവരവിടെ പോയി പരാതി എഴുതി കൊടുക്കുന്നു. ആ പരാതിയിൽ ഇങ്ങനെയായിരുന്നു, എൻ്റെ മകൻ സാജൻ സാമുവൽ എന്ന 47 വയസ്സുകാരനെ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി കാണാനില്ല, ഫോണിൽ വിളിച്ചിട്ടും യാതൊരു അറിയിപ്പുമില്ല. സാജൻ സാമുവൽ. പെട്ടെന്ന് പോലീസുകാർക്ക് എന്തോ ഒരു തോന്നൽ, ഈ സാജൻ സാമുവൽ എവിടെയോ കേട്ട് പരിചയമുള്ള ഒരു പേര്. പെട്ടെന്നാണ് അവർക്കത് ഓർമ്മ വന്നത്. ഇതേ സാജൻ സാമുവൽ അല്ലേ ഒരു പിടികിട്ടാപ്പുള്ളിയായി 2018 കോതമംഗലം ഒരു മരിയ ബാറിൽ ഒരു ചെറുപ്പക്കാരനെ കുത്തിക്കൊന്നത്, അതിനുശേഷം മുട്ടത്തുള്ള ഒരു ബാറിന്റെ മുന്നിൽ കാറ് കൊണ്ടുവന്ന് പാർക്ക് ചെയ്യുക എന്നുള്ള വ്യാജേന വാഹനം കൊണ്ടിട്ട് ഗതാഗത തടസ്സം ഉണ്ടാക്കിയത്. അങ്ങനെ വന്നപ്പോൾ നിരവധി ആളുകൾ അതിനെ ചോദ്യം ചെയ്തുകൊണ്ട് വരികയും അപ്പോഴേക്ക് ഇദ്ദേഹം ഈ ജനക്കൂട്ടത്തിന് നേരെ വാഹനം ഓടിച്ച് അവരെ അപായപ്പെടുത്താൻ ശ്രമിച്ചു. അത് മാത്രമല്ല, തിരിച്ച് വാഹനം കൊണ്ടുവന്നിട്ടതിന് ശേഷം തൻ്റെ കയ്യിൽ കരുതിയിരുന്ന തോക്കുപയോഗിച്ച് അവർക്ക് നേരെ വെടിവെക്കുകയും ചെയ്തു. ഇത്രയും ചെയ്ത അതിക്രൂരനായ ഒരു കൊലപാതകി അല്ലെങ്കിൽ ഒരു ക്രിമിനൽ, അയാളെയാണ് കാണാതായിരിക്കുന്നത്. അങ്ങനെ വന്നപ്പോൾ 2022 ഈ പറയുന്ന സാജൻ സാമുവൽ എന്ന ഈ ചെറുപ്പക്കാരനെ കാപ്പ ചുമത്തി ജയിലിലടച്ചു. പിന്നീട് ജാമ്യത്തിലിറങ്ങിയ ഈ ചെറുപ്പക്കാരൻ ഇപ്പോൾ കാണുന്നില്ല, അയാൾ മിസ്സിംഗ് ആണ്. ഈ രീതിയിലാണ് പോലീസിന്റെ മുന്നിൽ ആ പരാതി ഒരു വജ്രായുധം പോലെ എത്തുന്നത്. പോലീസ് വല്ലാതെ പരിഭ്രാന്തരായി. അന്വേഷിച്ച് കണ്ടെത്തിയേ മതിയാകൂ സാജൻ സാമുവലിനെ. കാരണം മറ്റൊന്നുമല്ല, ഈ സാജൻ സാമുവൽ കാപ്പ കുറ്റം ചുമത്തി ജയിലിലായിരുന്ന ഒരാളാണ്. കോടതിയോട് മറുപടി പറയേണ്ടി വരും. ഇവിടെ പോലീസിന്റെ ഒരു കഴിവില്ലായ്മയെക്കുറിച്ച് കോടതി വിലയിരുത്തും. അങ്ങനെ വന്നപ്പോൾ സ്വാഭാവികമായും കൊണ്ടുപിടിച്ച അന്വേഷണങ്ങൾ നടന്നുകൊണ്ടേയിരിക്കുന്നു. തലങ്ങും വിലങ്ങും പോലീസ് വാഹനങ്ങൾ നീങ്ങുന്നു. അന്വേഷണത്തിനായി പോയിട്ടൊന്നും ഒരു കാര്യമില്ല. എങ്ങു നിന്നും സാജൻ സാമുവലിന്റെ ഒരു പൊടി പോലും പോലീസിന് കണ്ടെത്താൻ കഴിഞ്ഞില്ല. കാഞ്ഞാർ പോലീസ് ആകെ നിരാശ ബാധിച്ച് 3 ദിവസത്തെ അന്വേഷണത്തിനൊടുവിൽ ഇരിക്കുകയാണ്. ആ സമയത്താണ്, കൃത്യമായി പറഞ്ഞാൽ ഫെബ്രുവരി മാസം 2-ാം തീയതി രാവിലെ ഒരു ബാഗുമായി ഒരു വൃദ്ധൻ അവിടെ എത്തുന്നു. കാഞ്ഞാർ സ്റ്റേഷനിലേക്ക് SIയെ നേരിട്ട് കാണുന്നു. സർ, എനിക്ക് ചില കാര്യങ്ങൾ ബോധിപ്പിക്കാനുണ്ട്. എന്താണ് നിങ്ങൾക്ക് ബോധിപ്പിക്കാനുള്ളത്? അത് കഴിഞ്ഞ ദിവസം സർ, എൻ്റെ മകന് ഉണ്ടായ ഒരു അനുഭവം, എൻ്റെ മകൻ എന്നോട് നടത്തിയ ചില വെളിപ്പെടുത്തൽ. അതെ, നിങ്ങളുടെ മകൻ എന്ത് ചെയ്യുന്നു? മകൻ ഒരു ഓട്ടോറിക്ഷ ഡ്രൈവറാണ്. അവന് കഴിഞ്ഞ ഒരു ദിവസം ഉണ്ടായ ഒരു ദുരനുഭവത്തെക്കുറിച്ച്, ഒരു വലിയ കുറ്റത്തെക്കുറിച്ച് സൂചിപ്പിക്കാൻ വേണ്ടിയാണ് ഞാനിവിടെ വന്നത്. അവന് കഴിഞ്ഞ ദിവസങ്ങളിലൊന്നും കൃത്യമായി ഉറങ്ങാൻ കഴിഞ്ഞിട്ടില്ല. കാര്യം അത്രയേറെ ഒരു വലിയ ഭാരമാണ് അവൻ്റെ മനസ്സിലുള്ളത്. അതവൻ എന്നോട് വെളിവാക്കി. ആട്ടെ, നിങ്ങൾ കാര്യം പറയൂ, പോലീസ് പറഞ്ഞു. അതായത് കഴിഞ്ഞ ദിവസം എൻ്റെ മകൻ ഓട്ടോറിക്ഷയുമായി ഓട്ടത്തിന് പോയി. അപ്പോൾ വൈകുന്നേരമായപ്പോൾ അവൻ്റെ ഫോണിലേക്ക് ഒരു കോൾ വരുന്നു. ആ കോൾ ഇങ്ങനെയായിരുന്നു, നിങ്ങളൊരു കാര്യം ചെയ്യാമോ? ഞങ്ങൾ വിളിക്കുന്നത് ഇവിടെ അടുത്ത് താമസിക്കുന്ന കുറച്ച് ആൾക്കാരാണ്, ഞങ്ങൾ നിർമ്മാണ തൊഴിലാളികളാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങളൊരു കാര്യം ചെയ്യുമോ, ഇങ്ങോട്ട് വരുന്ന വഴിയിൽ ഞങ്ങൾക്ക് കുറച്ച് ഒരു ടാർപ്പാളിനും അതോടൊപ്പം കുറച്ച് സിമെന്റും വാങ്ങിക്കൊണ്ട് വരുമോ എന്ന് ചോദിച്ചു. അപ്പോൾ മകൻ പറഞ്ഞു, അയ്യോ, എനിക്ക് ഇന്നത്തെ ഓട്ടം വളരെ മോശമായിരുന്നു,
അതുകൊണ്ട് ഇത്രയും സാധന സാമഗ്രികൾ വാങ്ങാനുള്ള പണം എൻ്റെ പക്കലില്ല. ശരി, എന്നാൽ അത് വേണ്ട, നിങ്ങളൊരു കാര്യം, നിങ്ങൾ ഓട്ടോറിക്ഷയുമായി ഇവിടേക്ക് ഞങ്ങൾ താമസിക്കുന്ന സ്ഥലത്തേക്ക് വരൂ എന്ന് പറയുന്നു. അങ്ങനെ ഓട്ടോറിക്ഷയുമായി ഈ ചെറുപ്പക്കാരൻ അവിടെ ഇവർ താമസിക്കുന്ന സ്ഥലത്തേക്ക് എത്തുന്നു. അപ്പോൾ പറഞ്ഞു, എന്താണ്? അതെ, കഴിഞ്ഞ ദിവസം ഞങ്ങൾ ഇങ്ങനെ വരുന്ന വഴിയിൽ ഒരു പന്നി, കാട്ടുപന്നിയെ ഒരു ഓട്ടോറിക്ഷ ഇടിച്ചു. അതങ്ങനെ ചത്തുപോയി. ഒരു ഫോറസ്റ്റുകാർ അറിഞ്ഞാൽ അത് വലിയ പ്രശ്നമാണ്. സംഭവം ഇടുക്കിയിലായതുകൊണ്ടാണ്. അപ്പം വലിയ പ്രശ്നമുണ്ടാകും. അതുകൊണ്ട് ഞങ്ങൾ അതിനെ എടുത്ത് ഇവിടെ വെച്ചിരിക്കുകയാണ്. നമുക്ക് ഇപ്പൊ ചീഞ്ഞു തുടങ്ങിയിട്ടുണ്ട്, ഒന്നും ചെയ്യാൻ കഴിയില്ല. അതിനെ എവിടെയെങ്കിലും കൊണ്ടുവന്ന് കളയണം, അതാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് നിങ്ങളുടെ ഓട്ടോറിക്ഷയിൽ ഇതിനെ കൊണ്ടുപോയി കളയാം എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, അയ്യോ, എൻ്റെ ഓട്ടോറിക്ഷയിൽ ഇതൊന്നും കയറ്റാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോഴേക്കും വാടക കൂലിയായി ഒരു തുക അവർ ഏൽപ്പിക്കുകയും ചെയ്തു. അങ്ങനെ വന്നപ്പോൾ ഈ ഓട്ടോറിക്ഷക്കാരൻ നിരസിക്കുകയും ചെയ്തു. പക്ഷെ അയാൾ തിരിഞ്ഞു നോക്കിയപ്പോഴേക്ക് ഒരു വലിയ ഭാണ്ഡക്കെട്ട് പോലെ പായിൽ പൊതിഞ്ഞ എന്തോ ഒരു വസ്തു, അതായത് ഈ കാട്ടുപന്നിയുടെ മൃതദേഹം ഓട്ടോറിക്ഷയിൽ എടുത്തു വെച്ചിരുന്നു. ഓട്ടോറിക്ഷയിൽ ഏകദേശം 7 പേരടങ്ങുന്ന സംഘവും അതിൽ 6 പേരോളം ആ ഓട്ടോറിക്ഷയിൽ ഇരിപ്പുറപ്പിച്ചു. ഈ ഭാണ്ഡക്കെട്ടിന്റെ അല്ലെങ്കിൽ ഈ പായിൽ പൊതിഞ്ഞ ഈ പന്നിയുടെ മൃതദേഹത്തിന്റെ മുകളിലേക്ക് കാല് ചവിട്ടി വെച്ചുകൊണ്ടാണ് അവരെല്ലാവരും ഓട്ടോറിക്ഷയിൽ ഇരുന്നത്. കഴിയുന്നിടത്തോളം ആളുകൾ, അവർ 7 പേരും ആ ഓട്ടോറിക്ഷയിൽ തന്നെ കയറി. ഓട്ടോറിക്ഷ മുന്നോട്ടെടുത്തോളൂ എന്ന് പറഞ്ഞു. തിരിച്ചു വരാനുള്ള പകുതി വഴിക്കുള്ള പണവും അവർ ഏൽപ്പിച്ചു. ഓട്ടോ കൂലിയും ഏൽപ്പിച്ചിരുന്നു. അങ്ങനെ ഓട്ടോറിക്ഷ പോകുന്നു, മൂലമറ്റത്തേക്ക് എത്തുന്നു. അവിടെ എത്തി ഇവർ ഈ പായിൽ ഉണ്ടായിരുന്ന ഈ പന്നിയുടെ മൃതദേഹവുമായി നടന്നു അവരെ കുഴിയെടുത്ത് അതിനുള്ളിലേക്ക് ഇടാൻ ഉള്ള സാഹചര്യം അവർക്ക് കിട്ടിയില്ല. അതുകൊണ്ട് തന്നെ അവരെന്ത് ചെയ്തു? ഈ ചീഞ്ഞ് അളിഞ്ഞ് ദുർഗന്ധം വമിക്കുന്ന ഈ മൃതദേഹം അവര് കാടിനുള്ളിൽ ഉപേക്ഷിച്ചു. അവിടെ നിന്ന് തിരികെ ഓട്ടോയിലേക്ക് കയറി. പക്ഷേ അപ്പോൾ ഒരു പ്രശ്നമുണ്ടായി. ഈ ഓട്ടോറിക്ഷയുടെ ലൈറ്റിന്റെ വെളിച്ചത്തിൽ ആ ഓട്ടോറിക്ഷക്കാരൻ ഒരു കാഴ്ച കണ്ടു. ആ പായുടെ ഇടയിലൂടെ ഒരു കറുത്ത മുടി പോലെ എന്തോ ഒന്ന്. അപ്പോൾ അയാൾക്കൊരു സംശയമായി, ഇത് മുടി പോലെ കാണേണ്ടത് എന്താണ്? അപ്പോൾ ഓട്ടോറിക്ഷക്കാരൻ ചിന്തിച്ചു, ചിലപ്പോൾ അതൊരു പന്നിയുടെ രോമമായിരിക്കാം, കറുത്ത പന്നിയാണല്ലോ കാട്ടുപന്നി, അപ്പോൾ അത് ആയിരിക്കാം എന്ന് അയാൾ ചിന്തിച്ചു. പക്ഷെ എന്നിട്ടും അയാളുടെ മനസ്സിൽ ഒരു ചോദ്യചിഹ്നം പോലെ എന്തോ ഒന്ന് കുടുങ്ങിക്കിടക്കുന്നു. എന്തോ ഒരു ആപൽശങ്ക അയാളുടെ മനസ്സിലുണ്ടായിരുന്നു. പിന്നീട് അയാൾ മനസ്സിലാക്കിയ ഒരുപക്ഷെ അതൊരു മനുഷ്യന്റെ ശരീരമാണെങ്കിൽ എന്നൊരുപക്ഷെ അദ്ദേഹം ചിന്തിച്ചു. അങ്ങനെ ഓട്ടോറിക്ഷക്കാരൻ, ഈ റിക്ഷ ഡ്രൈവർ അവരെല്ലാം ഡ്രോപ്പ് ചെയ്തതിനു ശേഷം വാഹനമെല്ലാം വൃത്തിയാക്കി അദ്ദേഹം വീട്ടിലേക്ക് പോയി. ഈ സംഭവത്തിൽ എന്തോ ഉണ്ട് എന്ന് ഓട്ടോറിക്ഷക്കാരന് തോന്നി തുടങ്ങി. ഓട്ടോറിക്ഷക്കാരൻ ചിന്തിച്ചു, ഇത് ആരോടെങ്കിലും പറഞ്ഞില്ലെങ്കിൽ എനിക്ക് ജീവിക്കാൻ കഴിയില്ല. കാര്യം അത്രത്തോളം ഭാരമാണിപ്പോൾ തൻ്റെ നെഞ്ചിലുള്ളത്. അത് അദ്ദേഹത്തിന്റെ പിതാവിനോട് എല്ലാ സത്യാവസ്ഥയും അദ്ദേഹം തുറന്നു പറഞ്ഞു. ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി, അതൊരു മനുഷ്യനാണോ എന്ന് ഞാൻ സംശയിക്കുന്നു എന്നുള്ള ആ ഒരു വലിയ സത്യം അച്ഛനോട് പറഞ്ഞു. ഇത് കേട്ടിട്ടാണ് ഈ അച്ഛൻ അതിരാവിലെ തന്നെ പോലീസ് സ്റ്റേഷനിലെത്തി, കാഞ്ഞാർ സ്റ്റേഷനിലെത്തി ഈ കാര്യങ്ങൾ പോലീസ് ഉദ്യോഗസ്ഥനോട് വിവരിച്ചത്. പോലീസുകാർക്ക് പെട്ടെന്ന് എന്തോ ഒരു സംശയം തോന്നി. കാരണം കഴിഞ്ഞ ദിവസങ്ങളിൽ ഇവിടെ കൊണ്ടുവന്ന് 3 ദിവസമായി തങ്ങളൊരു അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. സാജൻ സാമുവൽ എന്ന കൊടും കുറ്റവാളി എവിടെ? മിസ്സിംഗ് ആയിരിക്കുന്നു. അപ്പോൾ പോലീസുകാർക്ക് എന്തോ ചില സംശയം തോന്നിയതിന്റെ പുറത്ത് എവിടെയാണ് കളഞ്ഞത്, ആ മൃതദേഹം അല്ലെങ്കിൽ പന്നിയുടേത് എന്ന് പറയുന്ന ആ ശരീരം എവിടെയാണ് ഉപേക്ഷിച്ചത് എന്ന് അന്വേഷിച്ച് ഒടുവിൽ കണ്ടെത്തി. അത് DNA പരിശോധനയും കഴിഞ്ഞു, ഇൻക്വസ്റ്റ് നടപടികളെല്ലാം പൂർത്തിയായി. അപ്പോഴാണ് കണ്ടെത്തുന്നത് ഇതാണ് സാജൻ സാമുവൽ എന്ന 47 വയസ്സുകാരനായ കാപ്പ ചുമത്തപ്പെട്ട ആ കുറ്റവാളി. ഒടുവിൽ പോലീസ് സത്യം തിരിച്ചറിഞ്ഞു. സാജൻ സാമുവൽ മരിച്ചു, അല്ലെങ്കിൽ അദ്ദേഹം കൊല്ലപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നു എന്ന യാഥാർത്ഥ്യം. അപ്പോഴാണ് ആരൊക്കെയാണ് ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചത് എന്ന് അന്വേഷിച്ചപ്പോൾ ഈ സാജൻ സാമുവൽ തന്നെ ഒരു വാടകയ്ക്ക് ഒരു വീടെടുത്ത് കൊടുത്തിട്ട് ഒരു 7ഓളം വരുന്ന നിർമ്മാണ തൊഴിലാളികളെ അല്ലെങ്കിൽ പെയിന്റിംഗ് തൊഴിലാളികളെ താമസിപ്പിക്കുകയായിരുന്നു ഒരു വീട്ടിൽ. അതിന്റെ അന്വേഷണങ്ങൾ കൊടുമ്പിരിക്കൊണ്ട് നടന്നു. അവരാണ് ഈ കൃത്യം ചെയ്തത്. അങ്ങനെ ഇയാളെ കൊല്ലാൻ ഉപയോഗിച്ച വാക്കത്തി അല്ലെങ്കിൽ ആ വടിവാൾ അവർ കണ്ടെത്തുകയും ചെയ്തു. അത് മൂലമറ്റം അവിടുത്തെ പവർ ഹൗസിലെ അവിടുത്തെ ഒരു കനാലിൽ നിന്ന് വളരെ തന്ത്രപരമായി ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ കാന്തം ഉപയോഗിച്ചുകൊണ്ട് ആ വടിവാൾ കണ്ടെത്തുകയും ചെയ്തു. അങ്ങനെ ഇവിടേക്ക് വരുന്നു. അന്വേഷണം കൊടുമ്പിരിക്കൊണ്ട് നടക്കുന്നു. ആ അന്വേഷണത്തിൽ ചില സത്യാവസ്ഥ നമ്മൾ തിരിച്ചറിയുകയാണ്. കാര്യം, ഇദ്ദേഹം സ്ഥിരമായി ഈ നിർമ്മാണ തൊഴിലാളികൾ താമസിക്കുന്ന സ്ഥലത്തേക്ക് ഈ സാജൻ സാമുവൽ എത്തുമായിരുന്നു. അങ്ങനെ നിരന്തരം വന്നുകൊണ്ടിരിക്കുന്നു. സാജൻ സാമുവൽ അതീവ ക്രൂരനായിരുന്നു. നേരത്തെ നമ്മൾ സൂചിപ്പിച്ച പോലെ ഒരു ചെറുപ്പക്കാരനെ കുത്തിക്കൊല്ലുന്നു, വാഹനം കൊണ്ടുവന്ന് നിർത്തിയിട്ട് തടസ്സമുണ്ടാക്കിക്കൊണ്ട് ഗതാഗത തടസ്സം ഉണ്ടാക്കുന്നു, അവരെ കൊല്ലാൻ ശ്രമിക്കുന്നു. ഇങ്ങനെ നിരവധി കുറ്റകൃത്യങ്ങൾ ഇദ്ദേഹത്തിന്റെ പേരിലുണ്ട്. ഇദ്ദേഹം ക്രൂരനായ ഇയാൾ അവിടെ വന്നിരിക്കുന്നു. മദ്യം കഴിക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ വരുന്നത്. അങ്ങനെ മദ്യം കഴിക്കുന്നു.
കഴിച്ച് ബാക്കി വരുന്ന മദ്യം അടുത്തിരിക്കുന്ന ഇവരുടെ ആരുടെയെങ്കിലും മുഖത്തേക്ക് ഒഴിക്കുന്നു. അത്രയേറെ ക്രൂരനായ സിഗരറ്റ് വലിച്ചതിന് ശേഷം അത് അടുത്തിരിക്കുന്ന ഒരാളുടെ മുഖത്ത് കുത്തിക്കെടുത്തുന്നു. ഇങ്ങനെ ക്രൂരമായ വിനോദങ്ങളായിരുന്നു പലപ്പോഴും ഇയാൾ നടത്തിയിരുന്നത്. അങ്ങനെ ഇയാളുടെ ക്രൂരത കണ്ട് സഹിക്കാൻ കഴിയാതെ വന്നു ഇവർക്ക്. തന്നെയുമല്ല, കൂട്ടത്തിൽ ഒരാളെ തീർത്തുകളയും എന്ന് ഒരു ഭീഷണിയും ഈ സാജൻ സാമുവൽ മുഴക്കിയിട്ടുണ്ട്. അങ്ങനെ ഇതെല്ലാം കണ്ടും കേട്ടും മടുത്ത ഇവർ തീരുമാനിക്കുന്നു, സാജൻ സാമുവലിനെ ഇല്ലാതെയാക്കണം. അതിനായി പദ്ധതികൾ പലത് ആവിഷ്കരിച്ചു. അവരങ്ങനെ ആവിഷ്കരിച്ചത്, ഇദ്ദേഹം ഇവിടേക്ക് വരും, മദ്യം കൊടുത്തിരുത്തുന്നു. ഇയാൾ മദ്യപിക്കുന്ന സമയത്ത് പിന്നിൽ നിന്ന് ഒരൊറ്റ അടി. ആ അടിയിൽ സാജൻ സാമുവൽ താഴേക്ക് വീഴണം. അതിനുശേഷം അയാളെ കൊലപ്പെടുത്തണം. ഇതായിരുന്നു അവരുടെ ഏറ്റവും വലിയ പ്ലാനിങ്. അങ്ങനെ അവർ പ്ലാനെല്ലാം തയ്യാറാക്കി. അങ്ങനെ 3 തവണ കൊലപാതകത്തിന് ശ്രമിച്ചു. ആദ്യ തവണ അയാൾ അവിടെ വരുന്നു. അയാൾ ഒറ്റയ്ക്കായിരുന്നു അന്ന് വന്നത്. പക്ഷേ പെട്ടെന്ന് അയാൾ മദ്യപിച്ചു തുടങ്ങി. അടിക്കാൻ തയ്യാറായി ഒരാൾ പിന്നിൽ വലിയ വടിയുമായി, കമ്പി വടിയുമായി കാത്തുനിന്നു. പക്ഷേ എന്തോ അന്ന് സാജൻ സാമുവലിന് ഭാഗ്യമുണ്ടായിരുന്നു. ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. പെട്ടെന്ന് സാജൻ സാമുവലിന്റെ ഫോണിൽ ഒരു കോൾ വരുന്നു. ആ കോൾ അറ്റൻഡ് ചെയ്ത് എത്രയും വേഗം അവിടെ നിന്ന് സാജൻ സാമുവൽ അവിടെ നിന്ന് പോവുകയും ചെയ്തു. അങ്ങനെ വന്നു. തൊട്ടടുത്ത ദിവസം അടുത്ത അവസരത്തിനായി അവർ കാത്തിരുന്നു. അടുത്ത ദിവസവും സാജൻ സാമുവലും പക്ഷേ അന്നൊരു സുഹൃത്തും കൂടി ഉണ്ടായിരുന്നു. അവരാലോചിച്ചു, ഇന്ന് അയാളെ കൊല്ലാൻ പറ്റില്ല, കൊന്നുകഴിഞ്ഞാൽ 2 പേരെ കൊല്ലേണ്ടതായി വരും. അങ്ങനെ 2 കൊലപാതകങ്ങൾ അവർക്ക് നടത്തേണ്ടതായി വരും. അതുകൊണ്ട് ഇന്നുകൂടി സാജൻ സാമുവലിന് ആയുസ്സുണ്ടാകും എന്നവർ ഊഹിച്ചു. അവസരം വരും, ഇനിയും അദ്ദേഹം ഒറ്റയ്ക്ക് ഇവിടെ എത്തും. അത് കാത്തിരിക്കുകയായിരുന്നു അവർ. അങ്ങനെ വീണ്ടും സാജൻ സാമുവൽ എന്ന ഈ കൊടും കുറ്റവാളി മദ്യപിക്കാൻ വേണ്ടി ഇവരുടെ അടുത്തേക്ക് എത്തുന്നു. അവിടെ എത്തി മദ്യപാനം ആരംഭിക്കുന്നു. തൊട്ടു പിന്നിൽ നിന്ന് അതിശക്തമായ ഒരു പ്രഹരമായിരുന്നു പെട്ടെന്ന് സാജൻ സാമുവലിന്റെ ശരീരത്തിലേക്ക് വീണത്. ആ അടി കൊണ്ടപാടെ നിലതെറ്റി സാജൻ സാമുവൽ താഴേക്ക് പതിക്കുന്നു. അവിടെ തീരുന്നില്ല. അയാളെ അവിടിട്ട് 40 മിനിറ്റോളം ടോർച്ചർ ചെയ്തു. അങ്ങനെയാണ് അദ്ദേഹത്തെ കൊലപ്പെടുത്തുന്നത്. ആദ്യം ചെയ്തത് അയാളുടെ ഇടത് കൈ വെട്ടിമുറിച്ചു മാറ്റി ഇടത് കൈയുടെ ഭാഗത്ത് ചോര വാർന്ന് വളരെ വേഗം അയാൾ മരിക്കാതിരിക്കാൻ വേണ്ടി ആ കൈകളിൽ തുണി വെച്ച് കെട്ടി. നിലവിളി പുറത്ത് കേൾക്കാതിരിക്കാൻ വേണ്ടി തോർത്ത് അയാളുടെ വായിലേക്ക് കുത്തിത്തിരികെ വെച്ചു. ഇങ്ങനെയെല്ലാം അയാളെ ദ്രോഹിച്ചുകൊണ്ടേയിരുന്നു. അതിനുശേഷം അയാളുടെ ശരീരങ്ങളിൽ മുറിവുകൾ ഉണ്ടാക്കി രസിച്ചു. അങ്ങനെ ഒടുവിൽ അദ്ദേഹത്തിന്റെ വൃഷണം ഒരെണ്ണം മുറിച്ചെടുത്തു. 2 എണ്ണമുള്ളതിൽ ഒരെണ്ണം മുറിച്ചെടുത്ത് ഒരെണ്ണം നിലത്തിട്ട് ചവിട്ടി അരച്ചു. ഈ രീതിയിൽ കൊടും ക്രൂരമായ രീതിയിലാണ് സാജൻ സാമുവൽ എന്ന് പറയുന്ന ആ കുറ്റവാളിയെ അവർ ഇല്ലാതെയാക്കിയത്. കാലുകൾ മുറിച്ചെടുത്തു. അതായത് 2 കാലുകളുടെയും പാദങ്ങൾ മുറിച്ചവിടെ തുണി വെച്ച് കെട്ടി. അനുഭവിക്കാവുന്നിടത്തോളം അങ്ങേ അറ്റത്തെ അനുഭവം നൽകിക്കൊണ്ടാണ് സാജൻ സാമുവലിനെ അവർ പുറത്തേക്ക്, അല്ലെങ്കിൽ മരണത്തിലേക്ക് നയിച്ചത്. ഒടുവിൽ 40 മിനിറ്റ് നേരം ശരീരത്തിലെ ഓരോ അവയവങ്ങൾ മുറിഞ്ഞു മാറിയ വേദനയിൽ കിടന്ന് പുളയുകയായിരുന്നു സാജൻ സാമുവൽ എന്ന ആ കുറ്റവാളി. ഒടുവിൽ ആ 40 മിനിറ്റ് എടുത്ത് അദ്ദേഹം മരിച്ചു. അതായത് അയാൾ മരണത്തിലേക്ക് പോയി. അതിനുശേഷം ഈ മൃതദേഹത്തിനോടൊപ്പം ജീവിച്ച കുറച്ച് ദിവസങ്ങൾ, ആ മൃതദേഹം 2-ാം തീയതി വരെ, അതായത് 28-നോ 27-നോ കാണാതായ ആ സാജൻ സാമുവലിന്റെ മൃതദേഹം ഈ പോലീസ് അല്ലെങ്കിൽ 1-ാം തീയതി വൈകുന്നേരം വരെ ഇവർക്കൊപ്പം സൂക്ഷിച്ചു. അതിനുശേഷം മാത്രമാണ് അത് ചീഞ്ഞ് അഴുകി തുടങ്ങുന്ന ഒരു സമയത്താണ് ഇതൊരു പനമ്പായിൽ അല്ലെങ്കിൽ പായിൽ കെട്ടിപ്പൊതിഞ്ഞു കൊണ്ടുവന്ന് ഉപേക്ഷിച്ചത്. ഇവിടെ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഇവിടെ ഒരു കൊലപാതകിയെ ഇല്ലായ്മ ചെയ്യുന്നതിനോടൊപ്പം ഇവിടെ അതിക്രൂരമായി, ഏറ്റവും പൈശാചികമായി, മൃഗീയമായി ഒരു മനുഷ്യനെ ഇല്ലാതാക്കിയ 7 കൊലപാതകികൾ കൂടി ജനിക്കുകയായിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. ആ ഓട്ടോറിക്ഷക്കാരൻ്റെ ജീവിതം ഇനി എങ്ങനെയായി തീരും എന്ന് നമുക്കാർക്കും ഊഹിക്കാൻ കഴിയില്ല. അവർ വരും, ഈ പറയുന്ന മുറി കൂടി അവരെഴുന്നേറ്റ് വരും. എല്ലാ കേസുകളും അല്ലെങ്കിൽ തെളിവുകളെല്ലാം ഇവർക്ക് അനുകൂലമാണെങ്കിൽ അവർക്ക് വീണ്ടും പുറത്തേക്ക് ഇറങ്ങേണ്ടി വരുമ്പോൾ ഇവർ ഏറ്റവും വലിയ കുറ്റവാളികളായി തന്നെ എണ്ണപ്പെടുന്നവരായി മാറിക്കഴിയും. നമ്മളൊന്ന് ചിന്തിച്ചു നോക്കുക. ഒരു മനുഷ്യനെ കൊല്ലാക്കൊല ചെയ്യുന്നു, കാലുകൾ മുറിച്ചെടുക്കുന്നു, കൈ മുറിച്ചെടുക്കുന്നു, ഒടുവിൽ അദ്ദേഹത്തിന്റെ വൃഷണം പോലും മുറിച്ചെടുത്ത് ചവിട്ടി തേച്ച് കളയുന്ന കണ്ണില്ലാത്ത ക്രൂരത. ഈ ക്രൂരതയോടുകൂടി ഒരു മനുഷ്യനെ ഇല്ലാതാക്കിയവരായിരിക്കും ഇനി പുറം ലോകത്തേക്ക് എത്താൻ പോവുക. ഒടുവിൽ കേസ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. കേസിന്റെ വിധി നമുക്ക് കാത്തിരിക്കാം.